കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് 2006 ഒക്ടോബർ 22 വൈകുന്നേരം ഒരു ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് ഒരു ലോറി വന്നിടിച്ച് മകൻ ബൈക്കിൽ നിന്ന് തെറിച്ച് വീഴുകയുണ്ടായി. ഈ വീഴ്ചയിൽ ദൂരത്ത് അല്പം തകരാറ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിലെത്തി എല്ലാ വിവരങ്ങളും മകൻ എന്നോട് വിശദമായി പറഞ്ഞു തരികയും നന്നായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു അപകടം സംഭവിച്ചിട്ട് പിറ്റേന്ന് രാവിലെ 5 മണിക്ക് ഞാൻ ആശുപത്രിയിൽ എത്തിയപ്പോഴും നേരത്തെ മധുരയുടെ ആളുകൾ പറഞ്ഞതുപോലെ ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ ഏഷ്യാനെറ്റിയിലല്ല ആരും ശ്രദ്ധിക്കാത്ത ഒരു മൂലയിലുള്ള ഒരു റൂമിൽ ഇങ്ങനെ തട്ടിയിരിക്കുകയാണ്. ഒരു എക്സ്റേ മാത്രമാണ് മകന് വഴിയെടുത്ത ഒരു നടപടി. ഇതില് ഉള്ളിൽ ബ്ലീഡിംഗ് ഉണ്ട് എന്ന് ഈ ഡോക്ടർമാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി അത് നിർത്താനോ അല്ലെങ്കിൽ മറ്റ് പരിഹാര മാർഗങ്ങളോ ഒന്നും ഈ ഡോക്ടർമാർ ചെയ്തിട്ടില്ല. നോക്കി നിൽക്കെ എന്റെ മകൻ രക്തം വാർന്ന് 8:30 മണിക്ക് മരിക്കുകയാണ്. കോഴിക്കോട് താമസിക്കുന്ന എനിക്ക് എന്റെ അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള ഒരു ധാരണയുണ്ട്. അത് എത്ര അനാഥനും ആശ്രയമില്ലാത്ത രോഗിയാണെങ്കിൽ പോലും പിടിച്ചു വെച്ച് അവരെത്തിച്ചാല് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് പരമാവധി ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത്. ഒരു അപകടം പറ്റിയപ്പോൾ ഈ വിവരം അറിഞ്ഞ ഉടനെ വളരെ നിസ്സാരമാണ്, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞ ആളുകൾ ആശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇനി എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിലും മെഡിക്കൽ കോളേജിലാണല്ലോ എന്ന ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ കോട്ടയത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴുള്ള ഈ വിവരം വെച്ചുകൊണ്ട് ഈ വിവരം എനിക്ക് അന്നുണ്ടായിരുന്നെങ്കിൽ എന്റെ മകനെ ഉടനെ കോഴിക്കോട്ടേക്ക് നിങ്ങൾ കൊണ്ടുവരണം, 8 മണിക്കൂർ സമയത്ത് അങ്ങോട്ട് എത്തിക്കണം എന്നായിരുന്നു ഞാൻ പറയുന്നത്. എന്റെ ഭാര്യയെ പരിശോധനയ്ക്ക് വേണ്ടി 31/3/2006 മാർച്ച് 31 ആശുപത്രി അഡ്മിറ്റ് ചെയ്യും. പിറ്റേ ദിവസത്തെ ഈ കാസർഗോഡ് പരിശോധനയില്, പിറ്റേ ദിവസം കൊളോണോസ്കോപ്പി പരിശോധനയില് കാർസിനോമ റെക്ടം എന്ന ക്യാൻസറിന്റെ അവസ്ഥയാണ്. അപ്പൊ 5-ാം തീയതി ഏപ്രിൽ 5-ാം തീയതി ഒരു ഓപ്പറേഷൻ നടന്നു പോയത്. പക്ഷെ ഓപ്പറേഷൻ മുന്നോടിയായിട്ട് തലേ ദിവസം ഏപ്രിൽ 4-ാം തീയതി തന്നെ ഇവര് ഓപ്പറേഷൻ മുറിയിലേക്ക് കൊണ്ടുപോയി. ഉച്ചയായപ്പോൾ ഓപ്പറേഷൻ മുറിയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം വൈകുന്നേരം ഒരു 11 മണിയായപ്പോൾ ഓപ്പറേഷൻ മുറിയിലേക്ക് പോയി. തിരിച്ച് 1.5 മണിക്കൂർ ശേഷം തിരിച്ചു വന്നപ്പോൾ ശ്വാസം അങ്ങോട്ട് നടന്നുപോയ ഒരാളാണ്, നല്ല ശക്തിയ ഒരാളാണ്, വളരെ ആരോഗ്യമായ ഒരാള്. തിരിച്ചു വന്ന് 1.5 മണിക്കൂർ ശേഷം തിരിച്ചു വന്നപ്പോൾ വളരെ ടയർഡായിട്ട് കടലിൽ സ്റ്റാൻഡിൽ തലയിൽ വെച്ച് തിരിച്ചു കൊണ്ടുവരിക. 1.5 മണിക്കൂർ ആ ഓപ്പറേഷനിലൂടെ എല്ലാം സംഭവിച്ചത് നമുക്ക് നടന്നുപോയ ഒരാളാണ്. തിരിച്ച് 1.5 മണിക്കൂർ ശേഷം തിരിച്ചു വന്നു. അപ്പം അത് കഴിഞ്ഞാൽ ഞങ്ങൾ പോരുമ്പോഴാണ് സോൾഡാരിന്റെ പ്രവർത്തകർ നമ്മളെ കാഞ്ഞിരപ്പള്ളി അവിടെ അറിയിക്കുന്നു. അപ്പൊ ഞാൻ സോൾഡാരിന്റെ ഭാഗത്തും ഇങ്ങനെ നീക്കൊണ്ടായത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ഇവരുടെ ശ്രദ്ധയിലായിരിക്കുന്നു. സമയത്ത് ആശുപത്രി കൊണ്ടുപോയി അവിടെ നിന്ന് പെൻസിലിൻ 5 മിനിറ്റ് ഇടപെട്ട് കുറിച്ച് തരികയും ചെയ്തു. അതാണ് ഡോക്ടർ അങ്ങനെയാ കുറിച്ചെന്നൊന്നും ഞാൻ കറക്റ്റായിട്ട് വായിച്ചിട്ടില്ല. വീട്ടിൽ കൊണ്ടുവന്ന് 2 പ്രാവശ്യം മരുന്ന് ഒഴിച്ച് കൊച്ചിനെ വിട്ടു പനി തുടങ്ങി ശരീര ആസ്വദനം കൂടുകയും ചെയ്തു. പിന്നെ പിറ്റേ ദിവസം നേരെ ഒരുവിധം വെളുത്തുകൾ 5-ആയിട്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ചത് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഇൻഫ്രോ ഡോക്ടറെ വീട്ടിൽ കൊണ്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ അടുത്ത് ഈ ചീട്ടും കാണിച്ചു. കൊച്ചിന് വേറെ ഒരു വിഷമവും ഇല്ലായിരുന്നു, ഈ കടിസൂക്കട് മാത്രമേ ഉള്ളായിരുന്നു. ഈ മരുന്ന് ഒഴിച്ചതിന് ശേഷം കൊച്ചിന് വിട്ടു പനി തുടങ്ങിയെന്ന് പറഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ തീക്കൊമ്പള പോലെ ഓരോ പൊള്ളലുകളും ഉണ്ടായി. അപ്പൊ ഡോക്ടർ അങ്ങനെ കൊച്ചിന്റെ വാ പൊളിച്ച് നോക്കിയിട്ട് പറഞ്ഞ് ഇത് പെൻസിലിനാ കണ്ണി ഒഴിച്ചത്, ഉള്ളു മുഴുവൻ പൊള്ളി കഴിഞ്ഞു, പൊള്ളൽ പുറത്തേക്ക് ഇറങ്ങി, അതാ ഈ തീക്കൊമ്പള പോലെ വന്നു, പെട്ടെന്ന് നിങ്ങൾ പിള്ളേരുടെ ആശുപത്രി കൊണ്ടുപോകണം പറഞ്ഞു. ഞങ്ങൾ ആ ഓട്ടോയിൽ തന്നെ പിള്ളേരുടെ ആശുപത്രി കൊണ്ടുവരുമ്പോൾ അവര് പറഞ്ഞ് ഇത് ചിക്കൻ ബോക്സ് ആണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളെ ചിക്കൻ ബോക്സിന്റെ മുകളിൽ ഒരു ദിവസം കിടത്തി. അവിടെ ഒരു ദിവസം കിടന്നപ്പോ എന്നെ കുറച്ച് ആകെ
അത് കഴിഞ്ഞ് കണ്ണൊന്ന് കൂടിപ്പോയി കണ്ണ് തുറക്കാനും ഒന്നും വേണ്ട. 22 ദിവസം ഞങ്ങൾ ESI കിടന്നു കണ്ണു പോയി. പിന്നെ ഞങ്ങളെ ESI ഡിസ്ചാർജ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജിലേക്ക് 26 ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്നു കഴിഞ്ഞപ്പോൾ കൂടിയിരുന്ന കണ്ണ് വിട്ടു വന്നപ്പോൾ കണ്ണിന്റെ കാഴ്ച മുഴുവനായിട്ട് പോയി. ശരീര അവസ്ഥ വരെ തൊലി പോയി, മൊത്തം തൊലി പോയി, കണ്ണുകൂടി പോയി, നഖവും പോയി. ഇപ്പോഴും എന്റെ കൊച്ചി ശരിയായിട്ട് നഖം വന്നിട്ടില്ല. പിന്നെ കണ്ണിന്റെ കാഴ്ച പോയി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് 5 ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം പറഞ്ഞ് അങ്കമാലി കൊണ്ടുപോകുന്നു പറഞ്ഞ് അങ്കമാലിയിൽ അന്ന് കൊണ്ടുപോയി. പിന്നെ പല പ്രാവശ്യം ഒരു ടോണി ഫെർണാണ്ടസിനെ ബുക്ക് ചെയ്ത് കണ്ടിട്ട് കൂടുതലായിട്ടൊന്നുമില്ല. കണ്ണിന്റെ കാഴ്ച പോയ തിരിച്ചു കിട്ടുകയില്ല. പിന്നെ ഞങ്ങൾ മധുര എല്ലായിടത്തും പോയി. പിന്നെ ഈ കുറച്ചായിട്ട് ഒരു കൂത്താട്ടുള്ള ഒരു നമ്പൂതിരി ഡോക്ടറെ വേണ്ട, അയാൾക്ക് ലക്ഷണങ്ങളായിട്ട് കാഴ്ച കിട്ടിയില്ല. എന്റെ മോക്ക് 6 വയസ്സുള്ളപ്പോൾ സംഭവിച്ചതാണ്. ഇപ്പൊ കൊച്ചു ബിഎഡിന് പഠിക്കുകയാണ്. ഇതിനാണ് ഞങ്ങൾ 94 2002 ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു. 2002 അനുകൂലമായിട്ട് വിധി വന്നു കഴിഞ്ഞിട്ടും പിന്നെ ഞങ്ങളൊന്നും ചെയ്തില്ല. കുറച്ച്